ഇവർ വിവാഹിതരായാൽ ഇന്നത്തെ സീരിയൽ എപ്പിസോഡ്. നെഞ്ചിലെ കല്ലായി കൊണ്ട് നടന്ന സത്യങ്ങളാ ഇനി ഞാൻ പറയാൻ പോകുന്നത്. നീ എൻ്റെ അച്ചുവേട്ടൻ്റെ മോളല്ല. അമ്മ ഇപ്പോഴും അഭിനയിക്കുക. അമ്മയ്ക്ക് നുണ പറഞ്ഞ് ശീലമുള്ളതുകൊണ്ടാ അമ്മ ഇങ്ങനെ പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. മോള് കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛൻ പലപ്പോഴും മൂകനായിട്ടിരിക്കും, പലപ്പോഴും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കും. എത്ര വിളിച്ചാലും ചോദിച്ചാലും ഒന്നും പറയത്തില്ല. ഞാനും ചോദിച്ചിരുന്നു, അച്ചുവേട്ടന് പറയാൻ പറ്റത്തില്ല. പാവം സ്വയം അനുഭവിക്കുമായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ വെളിച്ചമായിട്ട് ഒരു കുഞ്ഞു മാലാഖ വന്നു. ആ വെളിച്ചത്തിന് ഞങ്ങൾ ഭൂമിയെന്ന് പേരിട്ടു. ആ വെളിച്ചത്തിലായിരുന്നു സന്തോഷവും ദുഃഖവും എല്ലാം. അന്ന് രാത്രി തന്നെ കൈ കിട്ടിയതെല്ലാം വാരിപ്പറക്കി കാറുമെടുത്ത് ഒരോട്ടപ്പാച്ചിലായിരുന്നു. എൻ്റെ അച്ചുവേട്ടൻ ഏറ്റവും പേടിച്ചതും സന്തോഷിച്ചതും നിന്നെ കൈ കിട്ടിയതിന് ശേഷമാണ്. ആദ്യ നാളുകളിൽ അച്ചുവേട്ടൻ സന്തോഷം കൊണ്ട് ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. എപ്പോഴും നിന്നെ കൊണ്ട് കാറിനകത്ത് ചുറ്റും കളിയും ചിരിയും. നീ വളരുന്നതിനൊപ്പം ആ സന്തോഷമൊക്കെ പതുക്കെ പതുക്കെ പേടിയായി തുടങ്ങി. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും തേടി വരുമെന്നുള്ള പേടി, ആ ഭയം തോന്നിത്തുടങ്ങിയ ദിവസം മുതൽ നിന്നെയും കൊണ്ട് ഓട്ടമായിരുന്നു. നീ നഷ്ടപ്പെടുമെന്നുള്ള പേടി നെഞ്ചിലരിയുന്ന തീക്കനൽ പോലെ നിന്നെയും ചേർത്ത് പിടിച്ചുള്ള നെട്ടോട്ടം. ആ ഓട്ടത്തിന്റെ അവസാനമാണ് കുറച്ച് ദിവസം മുമ്പ് കണ്ടത്. പക്ഷെ നീ നഷ്ടപ്പെടുമെന്ന പേടി മാത്രമല്ലായിരുന്നു, അത് സ്നേഹമായിരുന്നില്ല. ഭയവും സ്നേഹവും എല്ലാം കലർന്ന ഭ്രാന്ത്. ആ ഭ്രാന്തിൽ നിനക്ക് കാവലായിട്ട് നിന്റെ അച്ഛനിരുന്നു. അച്ഛനെന്ന അവകാശമായിട്ട് ആരെങ്കിലും വരുമെന്ന് പേടിച്ചിട്ട് നാട് വിട്ട് പോവാൻ തീരുമാനിച്ച പിറ്റേ ദിവസം ഡോക്ടറിനെ കണ്ടിട്ട് വന്നിട്ട് അച്ചുവേട്ടൻ പറഞ്ഞു, അംബികേ, നമ്മുടെ മോളെ തോപ്പിച്ചു കളഞ്ഞു. അച്ചുവേട്ടന് ക്യാൻസറാന്ന് അറിഞ്ഞു വന്ന് പറഞ്ഞതാ. തനിക്ക് ജീവിതം ബാക്കിയില്ലെന്നറിഞ്ഞപ്പോഴാ മോളെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാന്ന് തീരുമാനിച്ചത്. അതാരാന്ന് പറയുന്നതിന് മുമ്പ് പോയി. അമ്മ പറഞ്ഞതൊക്കെ കള്ളമല്ലേ? എന്നോട് അല്പമെങ്കിലും ദയ കാണിക്കാത്തതെന്താ? കള്ളമല്ലേ? ഞാൻ എന്ത് തെറ്റാ അമ്മേ ചെയ്തത്? അമ്മ ഇതൊക്കെ എന്തിനാ എന്നോട് പറഞ്ഞത്? അമ്മയ്ക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നോ? അമ്മ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമല്ലേ? സമയായി. അമ്മേ പറയമ്മേ, എന്നോട് പറഞ്ഞത് കള്ളമാന്ന് പറയമ്മേ. അമ്മേ പറയാതെ പോവല്ലേ, കള്ളമാന്ന് പറയമ്മേ. അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വരുന്ന ഭൂമി. അമ്മ പറഞ്ഞത് സത്യമല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല. എന്തിനാ അമ്മ ഇങ്ങനെ പറഞ്ഞ്? എല്ലാ സങ്കടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനാണോ? എൻ്റെ പേര്, എൻ്റെ കുടുംബം, എൻ്റെ ഓർമ്മകൾ എല്ലാം ഒരു നുണയായിരുന്നോ? ഇത്രയും കാലം എൻ്റെ അമ്മയുടെ മടിയിലല്ലേ ഞാൻ തലവെച്ച് കിടന്നത്? അച്ഛൻ്റെ കൈ പിടിച്ചല്ലേ ഞാൻ ഈ വഴികളൊക്കെ നടന്നത്? ഞാൻ നിങ്ങളുടെ മകള് തന്നെയല്ലേ? എന്നെ താലോലിച്ച് വളർത്തിയത് നിങ്ങൾ തന്നെയല്ലേ? കാലിടറി വീണപ്പോൾ പിടിച്ചുയർത്തിയത് നിങ്ങൾ തന്നെയാ. എനിക്കൊരു ചെറിയൊരു പനി വന്നപ്പോഴും എനിക്ക് കാവലിരുന്നതും ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണീര് തുടച്ചതും നിങ്ങൾ തന്നെയാ. എന്നിട്ടിപ്പോൾ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്റെ അമ്മയല്ലെന്ന് നിങ്ങൾ 100 വട്ടം പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മകളല്ലാതാവുന്നില്ല. ഇനി എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഇനി എനിക്ക് ഭൂമിയിൽ ആരുമില്ലാതാക്കല്ലേ അമ്മേ. ഭൂമി അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അച്ഛൻ്റെ വണ്ടി എവിടെ കിടക്കുന്നു? വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ്റെ മടിയിലിരുത്തി എത്രയോ തവണ ഞാൻ എന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അച്ഛന്? ഞാൻ അതിലേ പോണം ഇതിലേ പോണം വാശി പിടിക്കുമ്പോൾ എൻ്റെ രാജകുമാരിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്നെ ആ വഴിയിലൂടെ കൊണ്ടുപോകും. അപ്പം പലപ്പോഴും സ്കൂളിലെത്താൻ വൈകും. അപ്പം എനിക്ക് മാത്രമല്ല വഴക്ക് കേൾക്കുന്നത്, അച്ഛനും ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കും. അപ്പം അച്ഛൻ ചിരിച്ചോണ്ട് പറയും, എൻ്റെ മോള് പറഞ്ഞ വഴിയിലൂടെ പോയതുകൊണ്ടാണ് വൈകിയതെന്ന്. എൻ്റെ മോള് എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന്. അച്ഛൻ്റെ ആ ചിരി ഉണ്ടല്ലോ, മോളോടുള്ള സ്നേഹം നിറഞ്ഞ ചിരി, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മകളല്ലെന്ന്. തെരുവിൽ കിടന്ന് എന്നെ നിങ്ങൾ എടുത്തോണ്ട് വന്നയാണെന്ന്. ആണോ അച്ഛാ? സത്യമാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? സത്യമാണോ അമ്മ പറഞ്ഞത്? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? പറ. നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹമായിരുന്നു. നിങ്ങളത് അഭിനയിക്കുവാന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല. ഒരച്ഛനും അമ്മയും മകളെ ഇതുപോലെ സ്നേഹിച്ച് കാണത്തില്ല. കയ്യിലും ഒക്കത്തിലും ചുമലിലും ഒന്നും കൊണ്ടു നടന്നിട്ടില്ല. ഞാൻ അനാഥനല്ല അച്ഛാ. എൻ്റെ അച്ഛൻ അച്യുതനാണ്, എൻ്റെ അമ്മ അംബികയും. 2 പേരും എനിക്കുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അനാഥയാവും? ദേ, അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. നീ എൻ്റെ മകളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെറ്റമ്മ അന്വേഷിച്ച് എൻ്റെ പാട്ടിന് പോകുമെന്നാ വിചാരിച്ചതമ്മ. അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാൻ കാശ് വേണമല്ലോ. ഞാൻ കഷ്ടപ്പെടണ്ടെന്ന് കരുതി അമ്മ നമ്പർ ഇറക്കിയതാ.
അമ്മയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. അമ്മ എന്തൊരു മണ്ടിയാച്ചാ. ഭൂമി അങ്ങനെ ഇട്ടിട്ട് പോവാ. ഈ ഭൂമിയെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അമ്മ എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞതാ. ഞാൻ അങ്ങനെ വിടുവോ അമ്മേ? എന്നെ അകറ്റാൻ വേണ്ടി അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അമ്മ തോറ്റു. എന്ത് വില കൊടുത്തു അമ്മയെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കും. അതിന് എത്ര കാശ് വേണമെങ്കിലും. ഏതറ്റം വരെ പോവും. ഈ ഭൂമിക്ക് ജീവനുണ്ടെങ്കിൽ അമ്മ ശിക്ഷ അനുഭവിക്കത്തില്ല. ഈ മോളോടൊപ്പം ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും എൻ്റെ അമ്മ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.